ഹിസ്റ്ററി ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ നമ്മൾ ഓൾറെഡി എടുത്തു. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആർക്കിയോളജി ഇൻ സൗത്ത് ഇന്ത്യയാണ് എടുക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ, അതായത് ദക്ഷിണേന്ത്യയിലെ പുരാവസ്തു പഠനങ്ങളെ കുറിച്ചിട്ടാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രീഹിസ്റ്റോറിക് സ്റ്റോൺ ടൂൾസ്, അയൺ ഏജ് ആൻഡ് ഏർലി ഹിസ്റ്റോറിക് മെഗാലിറ്റിക് ബെറിയൽസ്, അതുപോലെ തന്നെ ഏർലി ഹിസ്റ്റോറിക് പോർട്ട് ടൗൺസ് തുടങ്ങിയവയെല്ലാം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകളാണ്. 1819 കേരളത്തിലെ കോഴിക്കോടിനടുത്തുള്ള ഫറൂഖിലെ ചട്ടപ്പറമ്പിൽ ജെ ബാബിങ്ടൺ നടത്തിയ മഹാശിലായുഗ ഖനനത്തിലൂടെയാണ് ഇന്ത്യയിൽ മെഗാലിറ്റിക് പഠനം ആരംഭിക്കുന്നത്. പിന്നീട് ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പുരാവസ്തു കണ്ടെത്തലുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇനി നമുക്ക് ദക്ഷിണേന്ത്യയിലെ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും അവരുടെ കണ്ടെത്തലുകളെക്കുറിച്ചും പഠിക്കാം. ആദ്യത്തെ പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ റേ ആൻഡ് അതിച്ചനല്ലൂർ എക്സ്കവേഷൻ. 1899 1905 ഇടയിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ സൂപ്രണ്ടായിട്ടുള്ള അലക്സാണ്ടർ റേയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പുരാവസ്തു ഗവേഷകൻ അതിച്ചനല്ലൂരിൽ നിന്ന് 20ലധികം സ്വർണ്ണ ഡയഡുകളും കണ്ടെടുത്തു. ASAയുടെ തിരുച്ചി സോൺ ഡയറക്ടർ ഡി അരുൺരാജ് പറയുന്നതനുസരിച്ച് കുന്നിൻ്റെ വടക്കുഭാഗത്തുള്ള സൈറ്റിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ താഴ്ചയിൽ നിന്ന് അടുത്തിടെ 2 സ്വർണ്ണ കമ്മലിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കമ്മലിന് 1.2 സെൻറ്റിമീറ്റർ വ്യാസവും 500 മില്ലിഗ്രാം ഭാരവുമുണ്ട്. കമ്മലിൻ്റെ ധാതുക്കളുടെ ഘടന വിശകലനം ചെയ്തപ്പോൾ അത് 87.35% സ്വർണവും 11.21% വെള്ളിയും 1.43% ചെമ്പും ആണെന്ന് കണ്ടെത്തി. ദക്ഷിണേന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പുരാവസ്തു ഗവേഷകനാണ് മോർട്ടിമർ വീലർ. 1944 മുതൽ 1948 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിച്ചിരുന്ന മോർട്ടിമർ വീലർ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞനാണ്. അരിക്കമേട്, ബ്രഹ്മഗിരി, ചന്ദ്രവല്ലി, മാസ്കി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എക്സ്കവേഷൻ സൈറ്റുകൾ. അതുപോലെ വിദ്യാർത്ഥിനികൾക്ക് പരിശീലനം നൽകുന്നതിനായി അദ്ദേഹം തക്ഷശിലയിൽ ഒരു ആർക്കിയോളജിക്കൽ ഫീൽഡ് സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജേണലാണ് ആൻഷ്യൻ്റ് ഇന്ത്യ ഇൻ 1946 എന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റായിട്ടുള്ള അരിക്കമേടിനെ കുറിച്ച് നോക്കാം. പുതുച്ചേരിയിലെ ആര്യൻകുപ്പം കമ്മ്യൂണിലെ കക്കയംതോപ്പിലെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് ഇത്. പോണ്ടിച്ചേരിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയായാണ് അരിക്കമേട് സ്ഥിതി ചെയ്യുന്നത്. 1947 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ മോർട്ടിമർ വീലറും ജീൻ മേരി കാസറും ഇവിടെ ഖനനം നടത്തിയിരുന്നു. ആംഫോറ, റോമൻ വിളക്കുകൾ, കൽമുത്തുകൾ, രത്നങ്ങൾ എന്നിവ ഇവിടെ നിന്നും കണ്ടെത്തി. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അരിക്കമേട് ഒരു ഗ്രീക്ക് വ്യാപാര കേന്ദ്രമാണെന്ന് വീലർ നിഗമനം ചെയ്തു. 1989 മുതൽ 1992 വരെ വിമല ബെഗ്ലി നടത്തിയ തുടർന്നുള്ള അന്വേഷണം ഈ വിലയിരുത്തലുകൾ പരിഷ്കരിച്ചു. ഇപ്പോൾ BCE 2-ാം നൂറ്റാണ്ട് മുതൽ CE 8-ാം നൂറ്റാണ്ട് വരെയുള്ള കുടിയേറ്റ കാലഘട്ടം സ്ഥാപിക്കുന്നു. അരിക്കമേടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ഇന്തോ പസഫിക് മുത്തുകൾ എന്നിവ. ഇത് അതിൻ്റെ ഉത്ഭവ കാലഘട്ടം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ചുവപ്പും കറുപ്പും നിറത്തിലുള്ള സെറാമിക്സ് മെഗാലിറ്റിക് കല്ലുകൾ അല്ലെങ്കിൽ പാണ്ഡുക്കൽ എന്നർത്ഥം വരുന്ന പഴയ കല്ലുകൾ എന്നും ശവക്കുഴികൾ അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നു എന്നും അറിയപ്പെടുന്നു. ഇനി
മോർട്ടിമർ വീലറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റായിട്ടുള്ള ബ്രഹ്മഗിരിയെക്കുറിച്ച് നോക്കാം. 1947 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് വേണ്ടി മോർട്ടിമർ വീലർ ബ്രഹ്മഗിരി ഖനനം നടത്തി. പിന്നീട് 1965 ശേഷാദ്രിയും 1978 അമലാനന്ദ ഘോഷും ഈ പ്രദേശം വീണ്ടും ഖനനം ചെയ്തിരുന്നു. ഉത്ഖനനത്തിൽ മധ്യകാല ശിലാക്ഷേത്രങ്ങൾ, മൺപാത്രങ്ങൾ, ടെറാക്കോട്ട മുത്തുകൾ, പ്രതിമകൾ, അർദ്ധവിലയേറിയ കല്ലുകൾ, മെഗാലിറ്റിക് ഘടനകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ബ്രഹ്മഗിരിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ് മൈക്രോലിറ്റിക്, നിയോലിറ്റിക്, ഇരുമ്പ് യുഗം, മൗര്യയുഗം, ചാലുക്യയുഗം എന്നിവ. മൈക്രോലിറ്റിക് ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്ന റോപ്പ ഗ്രാമത്തിൻ്റെ പേരിലാണ് അമലാനന്ദ ഘോഷ് മൈക്രോലിറ്റിക് സംസ്കാരത്തിന് റോപ്പ സംസ്കാരം എന്ന് നാമകരണം ചെയ്തത്. അതായത് അമലാനന്ദ ഘോഷാണ് റോപ്പ സംസ്കാരം എന്ന മൈക്രോലിറ്റിക് സംസ്കാരത്തിന് പുനർനാമകരണം ചെയ്തത്. 1947 മോർട്ടിമർ വീലർ ബ്രഹ്മഗിരിയിൽ കൂടുതൽ ഖനനങ്ങൾ നടത്തി. 10 ഗാർഹിക ഘടനകളാണ് അദ്ദേഹം കണ്ടെത്തിയത്. സാംസ്കാരിക കാലഘട്ടങ്ങളുടെ ഒരു ശ്രേണിയും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. കാലഘട്ടം 1 നിയോലിറ്റിക് കാലഘട്ടവും, 2 ചാർക്കോലിറ്റിക് കാലഘട്ടവും, 3 മെഗാലിറ്റിക് കാലഘട്ടവുമായിരുന്നു. കർണാടകയിലെ സംസ്ഥാനമായ ചിത്രദുർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാവസ്തു കേന്ദ്രമായ ബ്രഹ്മഗിരിക്ക് ഒരു ഐതിഹ്യവുമുണ്ട്. മുനി ഗൗതമ മഹർഷിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഹല്യയും താമസിച്ചിരുന്ന സ്ഥലമായാണ് ഇത് കണക്കാക്കുന്നത്. 7 പ്രമുഖ ഹിന്ദു സന്യാസിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1891 അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങൾ കണ്ടെത്തിയ ബെഞ്ചമിൻ എൽ റൈസ് ആണ് ഈ സ്ഥലം ആദ്യമായി പര്യവേഷണം ചെയ്തത്. ഈ ശിലാശാസനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ ഇസില എന്ന് വിളിക്കുകയും മൗര്യ സാമ്രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തെ വ്യാപ്തി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മഗിരി പ്രദേശം ഏകദേശം 180 മീറ്റർ ഉയരമുള്ള ഒരു ഗ്രാനൈറ്റ് പുറംപോക്കാണ്. ചുറ്റുമുള്ള സമതലങ്ങൾക്ക് മുകളിൽ ഏകദേശം 500 മീറ്റർ കിഴക്ക് പടിഞ്ഞാറ്, 100 മീറ്റർ വടക്ക് തെക്ക് ഇവിടെ കണ്ടെത്തിയിട്ടുള്ള വൻതോതിലുള്ള മെഗാലിറ്റിക് സംസ്കാരങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇവിടെ കണ്ടെത്തിയ ആദ്യകാല വാസസ്ഥലം കുറഞ്ഞത് BC 2ാം സഹസ്രാബ്ദത്തിൽ ഉള്ളതാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ മറ്റൊരു പുരാവസ്തു ശാസ്ത്രജ്ഞനെ കുറിച്ച് പഠിക്കാം. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട പുരാവസ്തു ചരിത്രകാരന്മാരായിട്ടുള്ള BK ഗുരുരാജ് റാവു, A സുന്ദര തുടങ്ങിയവരെ കുറിച്ച് പഠിക്കാം. ഇനി മദ്രാസ് സർവകലാശാലയിലെ പുരാതന ചരിത്രത്തിൻ്റെയും പുരാവസ്തുശാസ്ത്രജ്ഞൻ്റെയും പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച പുരാവസ്തു ഗവേഷകനും പുരാതന ചരിത്രകാരനുമായ BK ഗുരുരാജ് റാവു ദക്ഷിണേന്ത്യയിലെ മെഗാലിറ്റുകളെക്കുറിച്ച് സമഗ്രമായ ഗവേഷണം നടത്തുകയും കേരളം, തമിഴ്നാട്, മൈസൂർ സംസ്ഥാനം എന്നിവയുൾപ്പെടെയുള്ള ഒരു വലിയ പ്രാദേശിക പ്രദേശങ്ങളിലെ മെഗാലിറ്റുകളെക്കുറിച്ച് സർവേ നടത്തുകയും ചെയ്തു. ആന്ധ്രാപ്രദേശും ദക്ഷിണേന്ത്യയിലെ മെഗാലിറ്റുകളും ഉത്തരേന്ത്യയിലെ മെഗാലിറ്റുകളും തമ്മിലുള്ള താരതമ്യ പഠനവും അദ്ദേഹം നടത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിലെ മെഗാലിറ്റുകളെക്കുറിച്ച് റാവു വിവിധമായി തരംതിരിച്ചിട്ടുണ്ട്. റോക്ക് കട്ട് കേവ്സ്, അതുപോലെ തന്നെ ഹുഡ് സ്റ്റോൺസ് ആൻഡ് ഹാറ്റ് സ്റ്റോൺസ്, അതായത് കുടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും, പിച്ച് ബെറിയൽസ്, മെഹറിഡ് ഡോൾമെനോയിഡ്സ്, കെയറിൻ സർക്കിൾസ്, സ്റ്റോൺ സർക്കിൾസ് തുടങ്ങിയവയാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി A സുന്ദരയെ കുറിച്ചിട്ട് പഠിക്കാം. ധാർവാഡിലെ കർണാടക സർവകലാശാലയിലെ പുരാതന ചരിത്രവും എപ്പിഗ്രാഫിയും വിഭാഗത്തിൽ നിന്ന് വിരമിച്ച പ്രൊഫസറാണ് അദ്ദേഹം. ദക്ഷിണേന്ത്യയിലെ ആദ്യകാല ചേംബർ ശവകുടീരങ്ങൾ, വടക്കൻ കർണാടകയിലെ ഇരുമ്പ് യുഗത്തിൻ്റെ മെഗാലിറ്റിക് സ്മാരകങ്ങളുടെ ഒരു പഠനം ദക്ഷിണേന്ത്യൻ മെഗാലിറ്റുകളെക്കുറിച്ചൊരു പ്രധാന കൃതിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ഏർലി ചേംബർ ടോംബ്സ് ഓഫ് സൗത്ത് ഇന്ത്യ
എ സ്റ്റഡി ഓഫ് ദ അയൺ ഏജ് മെഗാലിറ്റിക് മൗണ്ടെയ്ൻസ് ഓഫ് നോർത്ത് കർണാടക. അടുത്തതായി കെ രാജനെ കുറിച്ച് നോക്കാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിരമിച്ച പ്രൊഫസറായ കെ രാജൻ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പുരാവസ്തു ഗവേഷകനും തമിഴ്നാട്ടിലെ മെഗാലിറ്റിക് പുരാവസ്തുശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചരിത്രപരമായ എപ്പിഗ്രാഫിയിൽ വൈദഗ്ധ്യം നേടിയ ആളുമായിരുന്നു. പൊരുന്തലും കൊടുമണലും ഉൾപ്പെടെ നിരവധി പര്യവേഷണങ്ങളും ഖനനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. 1988 സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തീസിസിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മെഗാലിറ്റിക് കൾച്ചർ ഇൻ കോയമ്പത്തൂർ റീജിയൻ ആണ്. ഇത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് മൈസൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു.